നമസ്കാരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പന്നിയോടുപമിച്ച ഡോക്ടർ അരുൺകുമാറിന് മാസ് മറുപടിയുമായി ശ്രീജിത്ത് പണിക്കർ. അരുൺകുമാർ പറഞ്ഞതുപോലെ പന്നിയോട് ഗുസ്തിക്ക് പോകാത്തതാണ് നല്ലത് എന്നും പന്നി അത് ആസ്വദിക്കുകയുള്ളൂ, എന്നാൽ നമ്മുടെ ദേഹത്ത് ചെളി പറ്റുമെന്നും പണിക്കർ ആവർത്തിച്ചു. അത് മനസ്സിലാക്കി ഉചിതമായ തീരുമാനമെടുത്ത് മാറി നടന്നതുകൊണ്ടാണ് പഴയിടം നമ്പൂതിരി കേരളക്കരയ്ക്ക് പ്രിയങ്കരനായത് എന്നും ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു. അദ്ദേഹം കീലേരി അച്ചു കഥാപാത്രമായി വരുന്ന സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കീലേരി അച്ചു ഒരു ഭീരുവാണ്, പേടിത്തൊണ്ടനാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പുറത്തുവിട്ട് ഗവർണറെ ചമ്മിപ്പിക്കണം എന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഗവർണർക്ക് വിവേചനാധികാരം ഉപയോഗിക്കാമോ ഇല്ലയോ എന്നൊരു പ്രശ്നമുണ്ടായാൽ പോലും അദ്ദേഹം വിവേചനാധികാരം ഉപയോഗിച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം അന്തിമമായിരിക്കും, അത് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തതാകുന്നു എന്നാണ്. ശ്രീ അരുൺകുമാറും ഞാനും കൂടി പണ്ട് 24 ന്യൂസിൻ്റെ ജനകീയ കോടതി എന്ന ഒരു പരിപാടിയിലുണ്ടായിരുന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ശ്രീ അരുൺകുമാറുമായിട്ടുള്ള എൻ്റെ ആദ്യത്തേതും ഇതുവരെയുള്ളതിൽ അവസാനത്തേതുമായിട്ടുള്ള ചർച്ചയായിരുന്നു അത്. അതിനുശേഷം അദ്ദേഹം ഒരിക്കലും എന്നെ പിന്നീട് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. നമ്മൾ ഒരിക്കലും ഒരു പന്നിയോട് മൽപ്പിടുത്തത്തിന് പോകരുത്. പന്നി അത് ആസ്വദിക്കുകയുള്ളൂ, നേരെ മറിച്ച് ചെളി പറ്റുന്നത് നമ്മുടെ ദേഹത്തായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെളി പറ്റാതിരിക്കാനുള്ള ഉചിതമായ തീരുമാനമെടുത്ത് മാറി നടക്കുക എന്നുള്ളതാണ് ശരിയായ തീരുമാനം. ഒരുപക്ഷെ അത്തരത്തിലുള്ള ബുദ്ധിപരമായ ഒരു തീരുമാനമെടുത്തതുകൊണ്ടാവാം ശ്രീ പഴയിടം മോഹനൻ നമ്പൂതിരി മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായതും. എല്ലാവർക്കും നമസ്കാരം. റിപ്പോർട്ടർ TV എന്ന ചാനലിലെ ഒരു മാധ്യമപ്രവർത്തകനാണ് ശ്രീ അരുൺകുമാർ. അദ്ദേഹം ഗവർണറെക്കുറിച്ച് നടത്തിയിരിക്കുന്ന ചില പ്രസ്താവനകൾ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും വസ്തുതാ വിരുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അത് ഓരോന്നായി പരിശോധിക്കാം. അതിലാദ്യം പരിശോധിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഗവർണറുടെ വിവേചനാധികാരത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. അദ്ദേഹം പറയുന്നത് ഗവർണർ മന്ത്രിസഭ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ ബാധ്യതപ്പെട്ടയാളാണ് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ, അല്ലാതെ അതിലൊന്നും തന്നെ അദ്ദേഹത്തിന് വിവേചനാധികാരമില്ല, അത് ശൂന്യമാണ് എന്നാണ് ശ്രീ അരുൺകുമാർ പറയുന്നത്. എനിക്ക് ശ്രീ അരുൺകുമാറിനോട് പറയാനുള്ളത്, നമ്മുടെ ഭരണഘടനയുടെ 163-ാമത്തെ അനുച്ഛേദം നല്ല വൃത്തിയായിട്ട് ഒന്ന് വായിച്ചു നോക്കുക. അതിൽ 163(2) എന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗം ഞാൻ അതിൻ്റെ ഭരണഘടനയുടെ മലയാളം വേർഷൻ തന്നെ ഞാനൊന്ന് വായിക്കാം. അതിൽ ഗവർണറുടെ വിവേചനാധികാരത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഏതെങ്കിലും വിഷയം ഈ ഭരണഘടനയാലോ ഭരണഘടനാ പ്രകാരമോ ഗവർണർ സ്വവിവേകം ഉപയോഗിച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണോ അല്ലയോ എന്നത് സംബന്ധിച്ച് ഏതെങ്കിലും പ്രശ്നം ഉത്ഭവിച്ചാൽ ഗവർണർ സ്വവിവേകം ഉപയോഗിച്ച് ചെയ്യുന്ന തീരുമാനം അന്തിമമായിരിക്കുന്നതും ഗവർണർ ചെയ്യുന്ന എന്തിൻ്റെയെങ്കിലും സാധുത അദ്ദേഹം സ്വവിവേകം ഉപയോഗിച്ച് ചെയ്യേണ്ടിയിരുന്നു എന്നോ ഇല്ലെന്നോ ഉള്ള കാരണത്തിന്മേൽ ചോദ്യം ചെയ്യപ്പെടുവാൻ പാടില്ലാത്തതുമാകുന്നു. എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഗവർണർക്ക് വിവേചനാധികാരം ഉപയോഗിക്കാമോ ഇല്ലയോ എന്നൊരു പ്രശ്നമുണ്ടായാൽ പോലും അദ്ദേഹം വിവേചനാധികാരം ഉപയോഗിച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം അന്തിമമായിരിക്കും, അത് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തതാകുന്നു എന്നാണ്. അപ്പോൾ വിവേചനാധികാരം എന്ന് പറയുന്നത് ശൂന്യമല്ല, നേരെ മറിച്ച് ഇത് നോക്കിക്കഴിഞ്ഞാൽ വിവേചനാധികാരം എന്ന് പറയുന്നത് ഡിഫൈൻഡായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് ഭരണഘടന ഗവർണർക്ക് അനുവദിച്ച് നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അദ്ദേഹം പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് മൈ ഗവൺമെൻറ്, എൻ്റെ സർക്കാർ എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം സർക്കാരിനെ വിമർശിക്കുകയാണ്. അതുവഴി എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് ശ്രീ അരുണിന് മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, മൈ ഗവൺമെൻറ് എന്ന് പറയുന്നത് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ മാത്രമായി പറയുന്ന ഒരു കാര്യമല്ല. ഏതൊരു സർക്കാരിൻ്റെയും തലപ്പത്ത് അതാത് സംസ്ഥാനത്തെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തെ ഗവർണറാണ് എന്നുള്ളത് നമ്മുടെ ഭരണഘടനാ പ്രകാരം തന്നെയുള്ള ഒരു കണ്ടീഷനാണ്. അതുകൊണ്ട് ഏതൊരു ഗവർണറിനും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവിടുത്തെ സർക്കാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സർക്കാർ തന്നെയാണ്. എന്നുവെച്ച് ആ സർക്കാരിനെ വിമർശിക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്നെങ്ങും പറയുന്നില്ല. ഗവർണർ ഒരു പാവ പോലെ സംസ്ഥാന സർക്കാരിൻ്റെ മുകളിൽ ഇരിക്കേണ്ടുന്ന ഒരു പദവിയല്ല. അദ്ദേഹത്തിന് സംസ്ഥാന സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട്. ബില്ലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ള ചോദ്യവും തർക്കവും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് ഭരണഘടനാപരമായി തന്നെ മുഖ്യമന്ത്രിയും ക്യാബിനറ്റും എല്ലാം തന്നെ ബാധ്യസ്ഥമാണ് എന്നുകൂടി മനസ്സിലാക്കുക. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ചരിത്രകാരന്മാരെ, വിദ്യാർത്ഥികളെ, അധ്യാപകരെ, മാധ്യമങ്ങളെ, പൊതുജനങ്ങളെയൊക്കെ പള്ളി വിളിച്ച് നടക്കുന്ന ഒരാളാണ് ഗവർണർ എന്നാണ്. നോക്കൂ, ഇതിൽ ഓരോ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ചരിത്രകാരന്മാരെ, അതിന് ചരിത്രപരമായിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. എന്ത് രീതിയിലുള്ള ചരിത്രകാരന്മാരെയാണ് അദ്ദേഹം വിമർശിച്ചത് എന്നുള്ളതിനെപ്പറ്റി നമുക്കറിയാം. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഇർഫാൻ ഹബീബിനെ പോലെയുള്ള ചരിത്രകാരന്മാരെ മാത്രമേ ബഹുമാനിക്കാവൂ എന്നൊന്നും പറയുന്നതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. 2, അദ്ദേഹം അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പള്ളി വിളിച്ചു എന്നാണ് പറയുന്നത്. ഏത് അധ്യാപകരെയും വിദ്യാർത്ഥികളെയുമാണ് അദ്ദേഹം പള്ളി വിളിച്ചത് എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ ശ്രീ അരുൺ ഉദ്ദേശിച്ചിരിക്കുന്നത് ചാൻസലർ എന്ന നിലയ്ക്ക് വൈസ് ചാൻസലർ ആയിരുന്ന ഏതെങ്കിലും അധ്യാപകരോട് അദ്ദേഹം സംസാരിച്ചിരിക്കുന്ന രീതിയെപ്പറ്റിയാണ് എങ്കിൽ ആ വൈസ് ചാൻസലർമാർ ഏത് രീതിയിലാണ് ഈ ചാൻസലറിനോട് സംസാരിച്ചത് എന്നതുകൂടി ചിന്തിച്ചു നോക്കുക. ഇനി വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വിദ്യാർത്ഥികളെ ആരെയും അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി വിദ്യാർത്ഥി സംഘടന നേതാക്കളായിട്ടുള്ള ആൾക്കാർ
സമരത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ വന്ന് തട്ടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു തെറ്റായ പ്രവർത്തനമാകുമ്പോൾ ആ സമയത്ത് ഉപയോഗിക്കേണ്ടുന്ന പദങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. മാധ്യമങ്ങളെ അദ്ദേഹം പള്ളി വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്തൊക്കെയാണ് അദ്ദേഹത്തെ പറയുന്നത്? താങ്കൾ തന്നെ എന്തൊക്കെയാണ് അദ്ദേഹത്തെ പറയുന്നത്? മറ്റുള്ള മാധ്യമപ്രവർത്തകർ എന്തൊക്കെയാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്? അപ്പോൾ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മാധ്യമത്തിനെ മാറ്റി നിർത്തണമെന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തായാലും മാധ്യമപ്രവർത്തകരോട് ഒന്നടങ്കം കടക്ക് പുറത്ത് എന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് ശ്രീ അരുൺ ഓർക്കുക. പൊതുജനങ്ങളെ അദ്ദേഹം പള്ളി വിളിച്ചു എന്ന് പറയുന്നു. അത് ഏതർത്ഥത്തിലാണ് എന്ന് എനിക്കറിയില്ല. പൊതുജനങ്ങളെ അദ്ദേഹം എന്തായാലും എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പുറത്തുവിട്ട് ഗവർണറെ ചമ്മിപ്പിക്കണം എന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. ഇനി അദ്ദേഹം പറഞ്ഞതിൽ 2 പരാമർശങ്ങൾ കൂടി കടന്നു വരുന്നുണ്ട്. അതിലൊന്ന് കീലേരി അച്ചു എന്ന സിനിമാ കഥാപാത്രമാണ്, മറ്റൊന്ന് ബെർണാഡ് ഷോ പറഞ്ഞിരിക്കുന്ന പന്നി പ്രസ്താവനയാണ്. ഇതിൽ കോഴിക്കോട്ട് വിദ്യാർത്ഥികളോട് സമരം ചെയ്യാൻ തുടങ്ങുന്ന ചാൻസലർ അല്ലെങ്കിൽ ഗവർണർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കീലേരി അച്ചു എന്നാണ് ശ്രീ അരുൺ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം കീലേരി അച്ചു കഥാപാത്രമായി വരുന്ന സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കീലേരി അച്ചു ഒരു ഭീരുവാണ്, പേടിത്തൊണ്ടനാണ്. കീലേരി അച്ചു അല്ല ഗവർണർ എന്ന് അദ്ദേഹം തെളിയിച്ചതാണ്. അത് നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടതാണ്. അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുന്നിലേക്ക് പ്രതിഷേധക്കാർ വരുന്നു, വാഹനത്തിൽ തട്ടുന്നു, ഒപ്പം കരിങ്കൊടി കാണിക്കുന്നു. ആ സമയത്ത് വാഹനം നിർത്തിയിട്ട് അവരുടെ മുന്നിലേക്ക് നടന്നു ചെന്നയാളാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ഒരു കീലേരി അച്ചു അല്ല, നേരെ മറിച്ച് അദ്ദേഹം ഒരു നായക കഥാപാത്രം എന്ന് പറയാവുന്ന രീതിയിലുള്ള ചങ്കൂറ്റം പ്രദർശിപ്പിച്ചിട്ടുള്ളയാളാണ്. ഈ കീലേരി അച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിടാനായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ബഹിഷ്കരിക്കുക, അവരുടെ അടുത്തേക്കൊന്നും പോകാതെ ഇരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് പൊതുവെ കീലേരി അച്ചുമാരായി മാറുന്നത്. ശ്രീ അരുൺകുമാറും ഞാനും കൂടി പണ്ട് 24 ന്യൂസിന്റെ ജനകീയ കോടതി എന്ന ഒരു പരിപാടിയിലുണ്ടായിരുന്നു. അന്ന് ആ പരിപാടി നടക്കുന്നതിന്റെ സാഹചര്യം തന്നെ അദ്ദേഹം ഒരു വീഡിയോ 24 ന്യൂസിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നു, പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലതും തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ഞാൻ ആ ചാനലിനോട് ചോദിച്ചു. അതിന്റെ ഭാഗമായി അവരെന്നെ ക്ഷണിക്കുകയും ആ ഒരു പരിപാടി നടക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ശ്രീ അരുൺകുമാറുമായിട്ടുള്ള എൻ്റെ ആദ്യത്തേതും ഇതുവരെയുള്ളതിൽ അവസാനത്തേതുമായിട്ടുള്ള ചർച്ചയായിരുന്നു അത്. അതിനുശേഷം അദ്ദേഹം ഒരിക്കലും എന്നെ പിന്നീട് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. ആ ചർച്ച ഏത് രീതിയിലാണ് നടന്നത്, അതിൻ്റെ വിധി എന്തായിരുന്നു എന്നതിനെപ്പറ്റി ഇന്നും ആൾക്കാർക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന 2 യൂട്യൂബ് വീഡിയോകൾ ചാനലിൻ്റെ പേജിൽ തന്നെയുണ്ട്. എന്തായാലും അതിലെ കമൻറ്റുകൾ കൂടി ആൾക്കാരൊന്ന് വായിച്ചു നോക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്കൊരാളെ നേരിടാൻ കഴിയില്ല എന്ന് തോന്നിയതിന് ശേഷം ആ ആളിനെ ബഹിഷ്കരിക്കുക, ആ ഭാഗത്തേക്ക് തന്നെ പിന്നീട് പോകാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ബിഹേവിയറാണ് കീലേരി അച്ചു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക, മറ്റൊരാളിൽ കീലേരി അച്ചു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് നമ്മളിൽ ആരെങ്കിലും തന്നെയാണോ ഈ കീലേരി അച്ചു എന്നൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അവസാനമായിട്ട് അദ്ദേഹം പറയുന്നത് ബെർണാഡ് ഷോയുടെ വിഖ്യാതമായ പന്നി പ്രസ്താവനയാണ്. നമ്മൾ പന്നിയുമായി മൽപ്പിടുത്തത്തിന് പോകരുത്, കാരണം നമ്മുടെ ദേഹത്ത് ചെളി പറ്റും, എന്നാൽ പന്നിയെ സംബന്ധിച്ചിടത്തോളം അത് എൻജോയ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ ബെർണാഡ് ഷോയുടെ പ്രസ്താവന 100% ശരിയാണ്. പക്ഷേ അത് ഗവർണർക്ക് ചേരുമെന്ന് തോന്നുന്നില്ല. കാരണം ഗവർണർ എന്ന നിലയിലും ചാൻസലർ എന്ന നിലയിലും അദ്ദേഹം എടുത്തിരിക്കുന്ന ബഹുഭൂരിപക്ഷം തീരുമാനങ്ങളും കേരളത്തിലുള്ള പൊതുവെയുള്ള സാധാരണക്കാർക്ക് ഹിതകരമാണ്, അവരുടെ താല്പര്യത്തിന് അനുസൃതമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും അനുഭവം. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. നമ്മൾ ഒരിക്കലും ഒരു പന്നിയോട് മൽപ്പിടുത്തത്തിന് പോകരുത്. പന്നി അത് ആസ്വദിക്കുകയുള്ളൂ. നേരെ മറിച്ച് ചെളി പറ്റുന്നത് നമ്മുടെ ദേഹത്തായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെളി പറ്റാതിരിക്കാനുള്ള ഉചിതമായ തീരുമാനമെടുത്ത് മാറി നടക്കുക എന്നുള്ളതാണ് ശരിയായ തീരുമാനം. ഒരുപക്ഷെ അത്തരത്തിലുള്ള ബുദ്ധിപരമായ ഒരു തീരുമാനമെടുത്തതുകൊണ്ടാവാം ശ്രീ പഴയിടം മോഹനൻ നമ്പൂതിരി മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായതും.